ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ രാഗത്തുനിന്ന് റയൻ മൂവിയാണെന്നത്. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ പടം. അപ്പോൾ ധനുഷ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ധനുഷ് 50ാമത്തെ മൂവി. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. കുറേ കാരണങ്ങളുണ്ട്. വെച്ചാൽ ടെക്നിക്കലി ഒരു രക്ഷയിലാണ്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി BGM, സിനിമാറ്റോഗ്രാഫി, ആ മേഖലകളിലൊക്കെ ടെക്നിക്കൽ ടീം ശരിക്കും അഴിഞ്ഞാടിയ പടമാണ്. യാതൊരു സംശയമില്ല. പിന്നെ പെർഫോമൻസിൽ ധനുഷ് നമുക്കറിയാം, ധനുഷിന് റോള് കൊടുത്തു കഴിഞ്ഞാൽ അത് 100% അത് സക്സസ് ആണ്. ആ രീതിയിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ് ധനുഷ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ എല്ലാവരും അപ്പോൾ ടെക്നിക്കലി രസം, BGM ഒക്കെ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ ഇത് പ്ലേസ് ചെയ്തതിലൊക്കെ രസമായിട്ടുണ്ട്. പടം ഇൻ്റർവെൽ വരെ വേറെ ലെവലിലാണ് പടം. ഇൻ്റർവെൽ ആവണത് അറിയില്ല, കുറച്ച് സ്ലോവിൽ വരും, പിന്നെ കയറും, വീണ്ടും കയറും. പിടിച്ചിരുത്താൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇൻ്റർവെലിന് ശേഷം പടം കുറച്ച് കണക്ഷൻ വിട്ട് പോകുന്നുണ്ട്. പക്ഷെ ക്ലൈമാക്സ് നികത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആ കറക്റ്റ് ഇൻ്റർവെല്ലിനുള്ള ഫ്ലോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് വേറെ ലെവൽ സാധനമായിരുന്നു. പെർഫോമൻസുകൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കാളിദാസ്, SJ സൂര്യയാണ് വില്ലൻ റോഷൻ ചെയ്യുന്നത്. വില്ലൻ അറിയാലോ, SJ സൂര്യന് തന്നെ. പ്രകാശ് രാജിൻ്റെ രസം ക്യാരക്ടറുണ്ട്. പക്ഷെ കിടുവായിട്ട് ചെയ്യേണ്ട വോയിസ് ഒക്കെ ഡബിങ് കൊടുത്തുള്ള ആരാന്നറിയില്ല, അടിപൊളിയാണ്. പിന്നെ അപർണ കുട്ടി വരുന്നുണ്ട്. കാളിദാസ്, വിജയ് നല്ല രീതിയിൽ കാളിദാസ് എടുത്തു പറയാനോട്ടോ. കാരണം ആൾ ഇത്ര നല്ല പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് കിട്ടി നന്നായി ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽവരാഘവൻ ഈ ഒരു ആശയിലാണ് ചെയ്തിട്ടുണ്ട്. സെൽവരാഘവൻ പിന്നെ വരലക്ഷ്മി വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ SJ സൂര്യയുടെ ഭാര്യമാരിൽ ഒരാളായിട്ട്. കാളിദാസ്, തുഷാര, വിജയൻ, അങ്ങനെ നീണ്ട കാസ്റ്റിങ്, നല്ല താരനിരയാണ്. പ്രഭുദേവാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള കേട്ടോ, അല്ല കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള, ഡാൻസ്. പിന്നെ പീറ്റർ ഹെയ്ൻ ഫൈറ്റ്, ഓം പ്രകാശ് സിനിമാറ്റോഗ്രാഫ്. കിടുവായിട്ടും ഇത് ടെക്നിക്കൽ ടീമിന് എടുത്തു പറയണം. പടം എന്ന് വെച്ച് നമുക്കറിയാം ഒരുപാട് പാസ്സൊക്കെ, അണ്ണം പാസും ചേട്ടൻ പാസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നൊരു പടമാണ്. അവർ ചെറുപ്പകാലം കാണിക്കുന്നു, അവർ സ്ട്രഗ്ലിങ് കാണിക്കുന്നു, അതിനുശേഷം അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇവർ ഡെവലപ്പ് ചെയ്യുന്നു. സാധാരണ ചേട്ടനിയന്മാരൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുന്നു, പിന്നെ അവരുണ്ടാകുന്ന വിഷയങ്ങൾ അതേപോലെയൊക്കെ തന്നെയാണ് ഇതിന് പോകുന്നത്. പക്ഷെ കുറച്ച് സംതിങ് വെറൈറ്റികളുണ്ട്. ഒരണ്ണിയുണ്ട്, അണ്ണിയായിട്ടുള്ള ഭയങ്കര പാസ്സിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ നമ്മളത് വലിയ ബോറടിപ്പിക്കൊന്നുമില്ല. നമ്മൾ ഒരുപാട് മൂവിയിൽ കണ്ടുള്ള ക്ലീഷ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ BGM ഈ സിനിമാറ്റോഗ്രാഫി ഒക്കെ വെച്ചിട്ട് അത് ഗംഭീരമാക്കിയിട്ടുണ്ട് അവർ. പടം ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ നൈസാണ്. പിന്നെ വരയില് കുത്തല് ഇടി പീറ്റർ ഹെയ്നാണ് ചെയ്തിട്ടുള്ളത്. അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ സെറ്റ് ഇട്ടുള്ളത് ഒരു രക്ഷയില്ലാ സെറ്റാണത്. അപ്പോൾ ഫൈറ്റ് കുറേ രീതിയിൽ പീറ്റർ ഹെയ്ൻ്റെതായ കുറേ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ ധനുഷിന്റെ ധനുഷ് എന്താന്ന് ആ ലുക്ക് കണ്ട് അറിയാൻ പറ്റൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് റയൻ. രക്ഷയിലാണ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പടം വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പടമാണെന്ന് എനിക്ക് തോന്നി. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പടം കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. അത് എല്ലാവരും നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ടെക്നിക്കലി. അതിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ നമ്മൾ കേട്ടുമെടുത്ത ക്ലീഷ സാധനങ്ങൾ കുറേ പടത്തിലുണ്ട്. അപ്പോൾ അതൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് വെറുപ്പിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇന്റർവെൽ വേറെ ലെവലാണ് പടം. ഇന്റർവെല്ലിന് ശേഷമാണ് കുറച്ച് കണക്ഷൻ വിട്ട് പോകുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ അത് നികത്താൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വൺ ടൈം വാച്ചബിൾ മൂവി. AR റഹ്മാനെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് തിരിച്ചു കിട്ടിയൊരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങാരാതി BGM അതിൽ കൊടുത്തിട്ടുണ്ട്. ചില സീനുകളിലൊക്കെ ഉണ്ടല്ലോ, അത് ഇന്നലെ തിയേറ്ററിൽ നിന്ന് ദേവദൂതം കണ്ടിട്ട് ആ ഹാങ് ഓവർ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പടത്തിലെ BGM ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല പാട്ടുകളുണ്ട്, അടിപൊളി നല്ല പാട്ടുകളുണ്ട്. ക്ലൈമാക്സിൽ പാട്ടും ഫൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് എടുത്തത്. സെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ധനുഷിന് 50ാമത്തെ മൂവി. പിന്നെ പണിയെടുത്തിട്ടുണ്ട്, ഇതിന് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഡയറക്ഷന് ഇതിന് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഇവർ കുറേ. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം. നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു മൂവി. ഒരു എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി. കുറേ ലിമിറ്റേഷൻസ് പടത്തിലുണ്ട്. കുറേ ഓവർ പാസ്സൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ പെങ്ങളുടെ റോള് ചെയ്ത കുട്ടി അടിപൊളിയാണെന്ന് കേട്ടോ. അവളുടെ പേര് ഞാൻ പറഞ്ഞു, കറക്റ്റ് ഓർമ്മയില്ല. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ ഒരു സീനൊക്കെ ഉണ്ട്, ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതായത് നൈസാണ്.
പിന്നെ വിജയ് കാളി മറ്റേ രണ്ടനിയന്മാരാണ്. ഒരാളുടെ പേര് സെൽവൻ എന്നാന്ന് തോന്നുന്നു. പിന്നെ കാളിദാസ് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാളിദാസിനെ എനിക്ക് എടുത്തു പറയണം. കാളിദാസ് നല്ല സ്റ്റഫുള്ള ഒരു നടനാണ്. നല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കത് ശരിക്കും ചെയ്യാൻ പറ്റും. പിന്നെ അപർണ ബാലമുരളിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓൾ പെർഫോമൻസുകളൊന്നും ഒരാളും കൂടെ മോശം പറയാനില്ല. ടെക്നിക്കലൊക്കെ അടിപൊളിയാണ്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പടത്തിൽ. അതൊന്നും കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് ഈ പടം കാണാതിരിക്കാനുള്ള റീസൺ അല്ല കേട്ടോ. അത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള സാധനമാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ടെക്നിക്കലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.